ശേഖരനെ എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കണമെന്നായിരിക്കും ആഗ്രഹം. അതുകൊണ്ട് അയാൾ അവിടെ എന്ത് ജോലിയും ചെയ്യും. അതില് തെറ്റൊന്നും കാണേണ്ടതില്ല ഇന്ദ്ര. വീട്ടിലെ ആഹാരം ഉണ്ടാക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ജോലിയല്ലേ. എന്തായാലും ആ ജോലിക്കുള്ളൊരു മാന്യത സുശീല ശേഖരനോട് കാണിച്ചാൽ മാത്രം മതി. എന്നാലും അമ്മയുടെ സ്വഭാവം വെച്ച് ഇതൊക്കെ എവിടെ ചെന്ന് നീക്കുമെന്ന് പറയാൻ പറ്റില്ല അച്ഛാ. ഇതുവരെ വീടിന്റെ ഉമ്മർത്ത് മാത്രമായിരുന്നു ഒരു പ്രശ്നം. അടുക്കളയിലേക്ക് കൂടി പടരാൻ പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. ശേഖരനെ സുശീല സ്വസ്ഥമായി ജീവിക്കാൻ വിടില്ല എന്നുള്ളതൊരു സത്യമാണ്. എന്തായാലും ശേഖരനെ കൊണ്ട് അടുക്കള ജോലി ചെയ്യിക്കാൻ തീരുമാനിച്ചത് സുശീല തന്നെയല്ലേ. എനിക്ക് തോന്നുന്നത് ഇന്ദ്രൻ ആ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതാ നല്ലതെന്നാ. അച്ഛാ, ഇന്ദ്രേട്ടന്റെ പ്രശ്നം അദ്ദേഹത്തിനെ പോലെ ഒരാളെ ആഹാരത്തിന് മുന്നിൽ വെച്ച് പോലെ ഒരു ജോലിക്കാരനായി കാണേണ്ടി വരുമല്ലോ എന്നുള്ളതാ. പുറമേ അങ്ങനെ കാണേണ്ടി വന്നാലും മനസ്സിനകത്തൊരു സ്ഥാനം ഉണ്ടായിരുന്ന മാത്രം മതി ഇന്ദ്ര. ചില സാഹചര്യങ്ങളിൽ നമ്മൾ അങ്ങനെയൊക്കെ ജീവിക്കേണ്ടതായിട്ട് വരും. ശരി അച്ഛാ, ഞാനിനി അധികം നേരം ഇരുന്ന് സംസാരിക്കുന്നില്ല. അച്ഛൻ കുറച്ചേരം റെസ്റ്റ് എടുക്ക്. അല്ല, വിനയന്റെ അമ്മയും മാമനും ഒക്കെ വന്നുകൊണ്ട് അച്ഛന് തീരെ വിശ്രമം ഉണ്ടായിട്ടില്ലല്ലോ. ശരി ഇന്ദ്രൻ, എന്നാ പോയിട്ട് വാ. എനിക്കൊന്ന് കിടക്കാനും തോന്നുന്നുണ്ട്. അനു, വേണ്ട മോളെ, അച്ഛൻ പോയി കിടന്നോളാം. അച്ഛാ, ഞാൻ ഷോപ്പടിച്ച് പോകുമ്പോൾ ഇതിലേ വരാം. ശരി ശരി എന്നാ. അച്ഛനോട് ഞാൻ മുഴുവൻ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലാനോ. വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവിടെ. എനിക്കറിയാം ഇന്ദ്രേട്ടാ, ഇതിലും വലുതൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പഴയതുപോലെ കിച്ചണിലും CCTV ആവശ്യമുള്ള സമയം. എന്ത് ചെയ്യാൻ പറ്റുമോ? പുറത്തു പോലും ക്യാമറ വേണ്ടെന്ന തീരുമാനം. അത് നിനക്കും അറിയാലോ. ആരുടെ തീരുമാനം? അതാ ഇന്ദ്രേട്ട എനിക്ക് മനസ്സിലാവാത്തത്. അവിടെ മറ്റാരും ശബ്ദം ഉയർത്താൻ പോകുന്നില്ലെന്ന് ഉറപ്പായതുകൊണ്ടാ ഒന്നും കാണണ്ടെന്ന് വെച്ച് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇതിനൊരു പരിഹാരം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കും. ഞാൻ ആലോചിച്ചിട്ട് ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ. അദ്ദേഹം ആ വീട്ടിൽ നിന്ന് മാറണം. എങ്ങോട്ട്? വഴിയിലോട്ട് ഇറക്കി വിട്ട വാർത്തയാവുന്നുള്ളോണ്ടല്ലേ അമ്മ പോലെ അത് ചെയ്യാത്തത്. പിന്നെ മക്കൾക്കത് ചെയ്യാൻ പറ്റുമോ? വഴിയിലേക്ക് ഇറക്കി വിടണമെന്നല്ല ഞാൻ പറഞ്ഞത്. പുള്ളിക്കാരൻ്റെ കയ്യിൽ ഒരു 2 ലക്ഷം രൂപ ഉള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ. ഒരു 3 ലക്ഷം രൂപയുടെ ഞാനിടാം. 5 ലക്ഷം രൂപ ഡൊണേഷൻ കൊടുത്താൽ കൊള്ളാവുന്നൊരു ഷെൽട്ടർ അദ്ദേഹത്തിന് തരപ്പെടുത്തി കൊടുക്കാൻ പറ്റുമല്ലോ. അവകാശികൾ ഉള്ളവരെ പാർപ്പിക്കുന്ന അനാഥാലയം അല്ലേ? വേറെ എന്ത് ചെയ്യാൻ പറ്റുമോ? ഇത് തന്നെ അദ്ദേഹം സമ്മതിക്കണമെന്നില്ല. നീയും അച്ഛനൊക്കെ സംസാരിക്കേണ്ടി വരും. ഇന്ദ്രേട്ട, അത് വെച്ചിട്ടാ വാടാ മക്കളെ. ധാനുമ ഓട്ടോയിലല്ലേ മോനെ കൂട്ടാൻ പോയത്? പോയതും വന്നതും ഒക്കെ ഓട്ടോയിലാ. പിന്നെ വിച്ചൂട്ടിന് മിഠായി വേണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ആ കടയുടെ മുമ്പിൽ ഇറങ്ങി. അതത്ര നല്ല ശീലമൊന്നും അല്ല ഭാനുമ്മേ. അച്ഛനോട് പറഞ്ഞ ചോക്ലേറ്റ് വാങ്ങി തരില്ലേ? പിന്നെ ഇതിനെ ഭാനുമ്മയെ ബുദ്ധിമുട്ടിക്കുന്നേ? എന്താടാ? ഓ, എല്ലാം അവൻ നോക്കി വെച്ചിരിക്ക. എനിക്ക് ഇതിനോടൊക്കെയാ ഇഷ്ടം അല്ലടാ. കുട്ടികളല്ലേ മോനെ, അവർക്ക് ചില കൗതുകങ്ങളൊക്കെ ഉണ്ടാവും. മുന്തിയ ചോക്ലേറ്റിന്റെ കൂടെ ഒരു സന്തോഷത്തിനായി നാടൻ മിഠായും കൂടെ അവൻ നുണയട്ടെ. എന്നാലും ഇതൊരു ശീലമാക്കണ്ട. വേണമെങ്കിൽ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തോ. കടയിൽ ഇവനെ കൊണ്ടുപോകുന്നത് ശരിയാവില്ല. വേറെ വല്ലതും കണ്ടുവെക്കും അവൻ. ആണോടാ? അല്ല, ഇന്ദ്രൻ ഇപ്പം വന്നതാണോ അതോ പോവാൻ ഇറങ്ങിയതാണോ? അത്
ഞാൻ വിച്ചുവിനെ വിളിക്കാൻ പോകണമെന്ന് അറിയാൻ വേണ്ടി ഇതിൽ വന്നതാ. അപ്പോഴാ ഭാനുമ മോനെ വിളിക്കാൻ പോയ കാര്യം അനു പറഞ്ഞത്. പിന്നെ ഞാൻ അച്ഛനെ കണ്ട ശേഷം ഇറങ്ങിയതാ. ആ ശരി, എന്നാ മക്കള് പോയിട്ട് വാ. ഞാനേ വിച്ചുമോന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ആ വാ മക്കള് വാ. ചിലട കൂട്ടാ. അച്ഛൻ രാത്രി വരാവേ. ആ ടാറ്റ പറഞ്ഞു വാ. ടാറ്റാ, വാ മക്കളെ. ബൈ ബൈ. ബാക്കി പിന്നെ സംസാരിക്കാം. എനിക്ക് ഷോപ്പിൽ പോകണം. ഇന്ദ്രേട്ടാ, ഒന്നിനും അധികം മനസ്സ് കൊടുക്കണ്ട. നമുക്ക് ആലോചിച്ച് എന്തെങ്കിലും ഒരു പരിഹാരം കാണാം. ശരി. ഉം.